25,000. 25,000 ഒരു തരം. 25,000 ഒരു തരം. 25,500. 25,500 ഒരു തരം. 25,500 ഒരു തരം. 26,000. 26,000 ഒരു തരം. 26,000 ഒരു തരം. 27,000 ഒരു തരം. 27,000 ഒരു തരം. 28,000. 28,000 ഒരു തരം. 28,500. 28,500 ഒരു തരം. 28,500 ഒരു തരം. 28,500 രണ്ട് തരം. 28,500 രണ്ട് തരം. 29,000. 29,000 ഒരു തരം. 29,000 ഒരു തരം. 30,000. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 രണ്ട് തരം. 35,000. 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. ഉറപ്പിക്കാൻ പോകുകയാണ്. 30,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, ലേലം സക്സസ്. കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. പറയാം. ആദ്യം നമ്മുടെ ലെവനില്ലേ, കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 14,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. കണ്ണമാരി കരീം 13,333 വിളിച്ചു. അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. നിനക്ക് ഞാൻ സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്ക് അറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 30,000 ഉറപ്പിച്ചു. 30,000 വിളിക്കാൻ നിന്റെ അപ്പം കാശന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കയറ്റി വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയല്ല